കടുത്ത പ്രതിഷേധങ്ങൾക്കിടെ അഞ്ചരക്കണ്ടിയ ഡെന്റൽ കോളേജിലെ ഡോക്ടർ റാമിനെ പുറത്താക്കാൻ തീരുമാനം. ഡോക്ടർ റാമിനെ പുറത്താക്കുമെന്ന് വിദ്യാർത്ഥികൾക്ക് മാനേജ്മെന്റ് ഉറപ്പു നൽകി. വിദ്യാർത്ഥികളുടെ മറ്റ് ആവശ്യങ്ങളിലെ ചർച്ച തുടരുകയാണ്. നിതിൻ രാജിന്റെ മരണത്തിൽ നീതി ആവശ്യപ്പെട്ട് വൈറ്റ് കോട്ട് അഴിച്ചുമാറ്റി കോളേജ് വളപ്പിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. അതിനിടെ ഡോക്ടർ റാമിന്റെ ക്ലിനിക്കിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ ഇന്ന് സംഘർഷമുണ്ടായി. പ്രതിഷേധത്തിനിടെ അഞ്ചരക്കണ്ടി കോളേജിൽ SFI യൂണിറ്റ് രൂപീകരിച്ചു. കണ്ണൂർ കമ്മീഷണർ ഓഫീസിലേക്ക് യൂത്ത് ലീഗും ഇന്ന് മാർച്ച് നടത്തി. കോളേജിനെതിരെ പരാതിയുമായി പൂർവ്വ വിദ്യാർത്ഥികളും ഇന്ന് രംഗത്തെത്തി. നിഖിൽ അളവൂരുണ്ട് കണ്ണൂരിൽ നിന്നും. നിഖിൽ, ഈ പ്രതിസ്ഥാനത്തുള്ള ഡോക്ടർ റാമിനെയും സംഗീതയും ഇതുവരെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായിട്ടില്ല. അവർ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. പക്ഷേ റാമിനെ പുറത്താക്കാനുള്ള മാനേജ്മെന്റ് തീരുമാനം അത് സ്വാഗതാർഹമാണ്. ചെറുതെങ്കിലും ഇതിന്റെ കുടുംബത്തിനും അല്ലെങ്കിൽ സഹപാഠികൾക്കുമൊക്കെ ആശ്വാസകരമാണ്. എന്തായാലും ഈ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന മറ്റാവശ്യങ്ങൾ കൂടി ഒരു തീരുമാനമാകേണ്ടതുണ്ട്. ഈ ചർച്ച ഇപ്പോഴും ഉണ്ടോ? അരുൺ, ഏതായാലും വിദ്യാർത്ഥികളുമായി മാനേജ്മെന്റ് പ്രതിനിധികൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ചയിൽ ഏതായാലും ഏറ്റവും ആദ്യം വിദ്യാർത്ഥികൾ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ഡോക്ടർ റാമിനെ പുറത്താക്കുക എന്നുള്ളതായിരുന്നു. ഡോക്ടർ റാമിനെ പുറത്താക്കിയതിന് ശേഷം മാത്രമേ തങ്ങൾ ഇനി ക്ലാസ്സുകളിൽ ഇരിക്കൂ എന്നൊരു നിലപാട് അവർ എടുത്തു. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഫൈനൽ ഇയർ വിദ്യാർത്ഥികളായിരുന്നു ഈ സമരത്തിൽ ഉണ്ടായിരുന്നത് എങ്കിൽ ഈ നിതിൻ രാജിന്റെ മരണത്തിന് ശേഷം ഇന്ന് ആദ്യമായി കോളേജിൽ എത്തിയ ഒന്നാം വർഷ വിദ്യാർത്ഥികളും പ്രതിഷേധത്തിന്റെ ഭാഗമായി മാറുകയായിരുന്നു. അവരെല്ലാവരും തന്നെ പ്രകടനമായി ഡെന്റൽ കോളേജിന് മുന്നിലേക്ക് എത്തുകയും ധരിച്ചിരുന്ന വൈറ്റ് കോട്ട് ഊരി മാറ്റിയതിനു ശേഷം ഇനി ഈ ഡോക്ടർ റാമിനെതിരെയുള്ള നടപടി പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രം, റാമിനെ പുറത്താക്കിയതിനു ശേഷം മാത്രം ക്ലാസ്സുകളിൽ ഇരിക്കും എന്ന ഒരു നിലപാടെടുക്കുകയും ചെയ്തു. മാത്രമല്ല, ചില കൂടുതൽ ആവശ്യങ്ങൾ കൂടി വിദ്യാർത്ഥികൾ മാനേജ്മെന്റിന് മുന്നിലേക്ക് വച്ചിട്ടുണ്ട്. അക്കാര്യങ്ങളിൽ ഇപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ ഇതുവരെയായും PTA എന്നൊരു സംവിധാനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ അത് ഈ രക്ഷിതാക്കൾക്ക് കോളേജിൽ അവതരിപ്പിക്കാനോ മാനേജ്മെന്റുമായി ഇക്കാര്യങ്ങൾ സംസാരിക്കാനോ ഒന്നുമുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല. ഈ രക്ഷിതാക്കളെ ആകെ ഈ കോളേജിലേക്ക് വിളിപ്പിച്ചിരുന്നത് ഈ ഇന്റേണൽ പരീക്ഷകളൊക്കെ കഴിയുന്ന സമയത്തായിരുന്നു. ഈ രക്ഷിതാക്കൾ തന്നെ പറയുന്നത് അങ്ങനെ വിളിപ്പിക്കുന്ന സമയത്തും ഈ ഡോക്ടർ റാം വലിയ രീതിയിൽ കുട്ടികളെ തങ്ങളുടെ മുന്നിൽ വെച്ച് അപമാനിക്കുകയും ഒപ്പം മർദ്ദിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. ഇന്ന് രക്ഷിതാക്കൾ ആ നിലയ്ക്ക് തന്നെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു PTA എന്ന സംവിധാനം ആ കോളേജിൽ വേണമെന്നുള്ളൊരാവശ്യം ഇന്ന് ഈ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ മാനേജ്മെന്റിന് മുന്നിലേക്ക് വച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ ചർച്ച നടക്കുന്നു. മറ്റൊന്ന്, ഈ ഡോക്ടർ റാമിനൊപ്പം തന്നെ മറ്റ് 2 അധ്യാപകർക്കെതിരെ കൂടി വിദ്യാർത്ഥികൾ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതി നൽകിയത് വിദ്യാർത്ഥികൾ ഒരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ഇത്തരത്തിൽ അധ്യാപകരെ കുറിച്ച് പരാതികളുള്ള വിദ്യാർത്ഥികളോട് അവരുടെ പരാതികൾ അയക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ അയച്ചു കിട്ടിയ 150ഓളം പരാതികളാണുള്ളത്. ആ പരാതികളിൽ പറയുന്ന 2 അധ്യാപകർ കൂടിയുണ്ട് ഡോക്ടർ റാമിന് പുറമെ. ആ 2 അധ്യാപകർക്കെതിരെയുള്ള നടപടിയുടെ കാര്യത്തിലും തീരുമാനം വേണം എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥികളുടെ ആവശ്യം. മറ്റൊന്ന്, നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുതാര്യമായ അന്വേഷണം നടക്കണം. എന്താണ് അതിൽ നടന്നത് എന്ന കാര്യത്തിൽ തങ്ങളെ കൂടി ബോധ്യപ്പെടുത്തണം എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ആ ആവശ്യത്തിന്മേൽ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ എന്ത് എന്ന കാര്യത്തിൽ ചർച്ച നടക്കുന്നുണ്ട്. സ്വാഭാവികമായും അതിൽ വ്യക്തത വരുത്തേണ്ടതും പറയേണ്ടതും പോലീസാണ്. പോലീസിന്റെ അന്വേഷണം ആ നിലയ്ക്ക് പുരോഗമിക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാ വശങ്ങളും അന്വേഷിക്കുന്നു എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോഴും പറയുന്നത്. ഇതുവരെ പുറത്തു വന്നതും കേട്ടതുമായ കാര്യങ്ങൾക്കും അപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ കൂടി ഉണ്ട് എന്ന സൂചന പോലീസ് നൽകുന്നുണ്ട്. പോലീസ് ഏതായാലും വിശദമായി ഇക്കാര്യങ്ങളിൽ അന്വേഷണം നടത്തി വരികയാണ്. ഇങ്ങനെ 5ഓളം ആവശ്യങ്ങളാണ് പ്രധാനമായും വിദ്യാർത്ഥികൾ മുന്നോട്ട് വച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ വിദ്യാർത്ഥികളുടെ ഒറ്റക്കെട്ടായുള്ള സമരത്തിന് പിന്നാലെ അംഗീകരിക്കേണ്ടി വരുന്നു മാനേജ്മെന്റിന് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അത് എടുത്തു പറയേണ്ട കാര്യവുമാണ്. ഏതായാലും ഇന്നും ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധത്തിന് തന്നെയാണ് കണ്ണൂരിലെ വിവിധ ഇടങ്ങളിൽ സാക്ഷിയായത്. അതിലൊന്ന് എടക്കാട് നടന്ന പ്രതിഷേധം തന്നെയാണ്. ഡോക്ടർ റാമിന്റെ എടക്കാട് പ്രവർത്തിക്കുന്ന ഡെന്റൽ ക്ലിനിക്കിലേക്കാണ് DYFI ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയത്. അവിടെ ഡോക്ടർ റാമിന്റെ കോലം കത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ നടന്നു. ഒപ്പം പ്രതികളായ റാമിനെയും സംഗീത നമ്പ്യാരെയും അറസ്റ്റ് ചെയ്യാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ആ മാർച്ചിന് നേരെ പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. ഏതായാലും പ്രതിഷേധങ്ങളെല്ലാം തന്നെ ഈ വിഷയത്തിൽ തുടരുന്നുണ്ട്. ഇന്ന് PKS-ഉം മറ്റ് ദളിത് സംഘടനകളുമൊക്കെ ഇത്തരത്തിൽ കോളേജിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. വലിയ രീതിയിൽ എന്തായാലും ഡോക്ടർ റാമിനെ പുറത്താക്കാൻ മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഉന്നയിച്ച മറ്റാവശ്യങ്ങളിൽ കൂടി മാനേജ്മെന്റുമായി ചർച്ച തുടരുകയാണ്. ഇപ്പോഴും നിഖിൽ അളവൂരാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.